കാവേരി നദീജല പ്രശ്നത്തിൽ കർണാടകത്തിൽ വ്യാപക അക്രമം തുടരുന്നു. പോലീസ് വെടിവയ്പിൽ ഒരാൾ മരിച്ചു. തമിഴ്നാട്ടുകാരെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു. തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള 56 ബസ്സുകൾ തീവച്ച് നശിപ്പിച്ചു. ബംഗളൂരു നഗരത്തിൽ നിരോധനാജ്ഞയാണ്. പ്രശ്നങ്ങൾക്ക് ചെറിയ ശമനമുണ്ടായിട്ടുണ്ട്. കൂടുതൽ കേന്ദ്രസേനയെ വിന്യസിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി കുഞ്ഞപ്പൻ ചേർന്നുണ്ട്. കുഞ്ഞപ്പൻ, നിരവധി ആളുകൾ നാട്ടിലേക്ക് തിരിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലൊക്കെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എങ്ങനെയാണ്? സൗമ്യ, ഇപ്പോ സംഘർഷാവസ്ഥ നിലവിലുള്ള ഏരിയകളിൽ പ്രത്യേകിച്ച് നമ്മൾ തമിഴരും മലയാളികളും താമസിക്കുന്ന വൈട്രാരായണപുര, രാജാജി നഗർ, രാജഗോപാല നഗര, കെങ്കേരി, കാമാക്ഷിപ്പാളയം, വിജയനഗര, മഗടി റോഡ്, യശന്തപുരം, മഹാലക്ഷ്മി ലേഔട്ട്, നന്ദിനി ലേഔട്ട് ഇങ്ങനെയുള്ള ഏരിയകളിൽ കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ അവിടെ കേന്ദ്രസേനയുടെ നേതൃത്വത്തിൽ സുരക്ഷാ സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ കേരള സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ റെയിൽവേ മന്ത്രാലയം 2 ട്രെയിനുകൾ കേരളത്തിലേക്ക് ഇന്ന് പുറപ്പെടാനുള്ള സംവിധാനം ചെയ്തു കഴിഞ്ഞു. അതിൽ ഒരു ട്രെയിൻ, അതായത് സിറ്റി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ട്രെയിൻ ഏതാണ്ട് 80-90% യാത്രക്കാരോടെ ഇവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. അത് കൺട്രോൾമെന്റ് ഒസൂർ, സേലം വഴി പാലക്കാട്, ഷൊർണൂർ വഴിയാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്നത്. കണ്ണൂരിലേക്ക് പോകേണ്ടവർ ഷൊർണൂരിൽ ഇറങ്ങി അവിടെ നിന്നും കണ്ണൂർ ട്രെയിൻ ആ സമയത്തിന് അറേഞ്ച് ചെയ്തിട്ടുള്ളതായിട്ടാണ് നമുക്ക് വിവരം ലഭിച്ചിട്ടുള്ളത്. ഇനിയുള്ള ഒരു സർവീസ് വൈകുന്നേരം 6:50 യശന്തപുരത്ത് നിന്നും ബാനസവാടി, കർമ്മൽ റാം, ഒസൂർ വഴി പാലക്കാട്ടെത്തി ഷൊർണൂർ വഴി കണ്ണൂരേക്കുള്ള ഒരു ട്രെയിൻ ഇപ്പോൾ അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് യാത്രക്കാര് സിറ്റി സർവീസുകൾ കുറവാണെങ്കിൽ പോലും നമ്മൾ യാത്രക്കാർ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെ സുരക്ഷിതത്തോടുകൂടെ സ്റ്റേഷനിൽ ബാനസവാടിയിലും യശന്തപുരത്തും എത്തിക്കാനുള്ള സംവിധാനം ബാംഗ്ലൂരിലെ കാരുണ്യ പ്രവർത്തകരും മറ്റ് സംഘടനാ പ്രവർത്തകരും കൂടി ചേർന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിൽ സംഘർഷത്തിൽ ഇളവ് വന്നാൽ KSRTC സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. തെക്കൻ കേരളത്തിലേക്ക് ഇന്ന് വൈകിട്ട് 5 മണിക്ക് എത്തുന്ന രീതിയിൽ സ്പെഷ്യൽ ട്രെയിനുകൾ സർവീസ് നടത്തുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നിലവിൽ ബംഗളൂരുവിലുള്ള KSRTC ഓഫീസ് അടച്ചിട്ടിരിക്കുകയാണ്. സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നാൽ മാത്രമേ ഓഫീസ് തുറന്ന് സർവീസ് പുനരാരംഭിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളാൻ കഴിയൂ. സ്ഥിതിഗതികൾ മെച്ചപ്പെട്ട ശേഷം പോലീസ് സംരക്ഷണയിൽ സർവീസ് ആരംഭിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചു. സ്ഥിതിഗതികൾ അല്പം മെച്ചപ്പെട്ടാൽ പോലീസ് സഹായത്തോടെ സർവീസ് നടത്തുന്നതിനുള്ള എല്ലാ ക്രമീകരണവും KSRTC ജീവനക്കാർ അവിടെ നടത്തിയിട്ടുണ്ട്. ഓണം ആഘോഷിക്കാൻ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നവർക്കായി മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന പ്രകാരം കേന്ദ്ര റെയിൽവേ മന്ത്രാലയം 2 പ്രത്യേക ട്രെയിൻ സർവീസ് അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മലയാളികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി 2 സ്പെഷ്യൽ ട്രെയിനുകൾ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് യാത്ര തിരിക്കാൻ തയ്യാറായി വന്നിട്ടുണ്ട്. ഇന്ന് 11:15 ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞാൽ ആദ്യ സർവീസ് തിരുവനന്തപുരത്തേക്ക് യാത്ര ആരംഭിക്കുകയാണ്. ആ സർവീസ് നാളെ തിരുവനന്തപുരത്തേക്കെത്തും. വൈകുന്നേരം 6:30 മലബാറിലെ യാത്രക്കാരെ ഉദ്ദേശിച്ച് കണ്ണൂരിലേക്കും ഒരു സ്പെഷ്യൽ ട്രെയിൻ യാത്രക്ക് തയ്യാറായി നിൽക്കുന്നുണ്ട്. ഓണത്തിന് ശേഷം തിരിച്ച് ബംഗളൂരിലേക്ക് മടങ്ങുന്നവർക്കായി പ്രത്യേക ട്രെയിൻ തിരുവോണ ദിവസം സർവീസ് നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ബംഗളൂരുവിൽ നിന്ന് മലയാളികളെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഏകോപിപ്പിക്കാനായി ഗതാഗത വകുപ്പ് സെക്രട്ടറി ജ്യോതിലാൽ ബംഗളൂരുവിലെത്തി. KSRTC ബസ്സുകൾ ഇന്നും പകൽ സമയത്ത് സർവീസ് നടത്തില്ല. സമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലുകളെ തുടർന്ന് തിരുവനന്തപുരത്തേക്കും കണ്ണൂരിലേക്കും പ്രത്യേക ട്രെയിൻ സർവീസുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്തേക്കുള്ള ആദ്യ ട്രെയിൻ 1500 യാത്രക്കാരുമായി പുറപ്പെട്ടു. ബാംഗ്ലൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സർക്കാർ ഊർജിത ഇടപെടലുകളാണ് നടത്തിവരുന്നത്. കേരളത്തിലേക്ക് എത്തുന്നതിനായി 2 സ്പെഷ്യൽ ട്രെയിനുകൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം റെയിൽവേ അനുവദിച്ചു. 11:30 ആദ്യ ട്രെയിൻ 1550 യാത്രക്കാരുമായി തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടു. കന്റോൺമെന്റ്, ബാരപ്പനഹള്ളി എന്നീ സ്റ്റേഷനുകളിൽ നിന്നും ആളുകൾ കയറുന്നതോടെ ട്രെയിൻ നിറഞ്ഞു കവിയും.
എന്നാൽ നഗരത്തിൽ യാത്രാ സൗകര്യം ലഭ്യമല്ലാത്തതിനാൽ നിരവധി പേർ കേരളത്തിലെത്താൻ കഴിയാതെ ബുദ്ധിമുട്ടി. രാവിലെ ചില സ്വകാര്യ വാഹനങ്ങൾ ബംഗളൂരു നഗരത്തിൽ നിരത്തിലിറങ്ങിയെങ്കിലും പോലീസ് നിരുത്സാഹപ്പെടുത്തിയതോടെ അവരും യാത്ര ഉപേക്ഷിച്ച് വീട്ടിലേക്ക് മടങ്ങി. മലയാളികൾക്ക് സഹായമെത്തിക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ നിർദ്ദേശിച്ചത് പ്രകാരം ഗതാഗത സെക്രട്ടറി കെ ആർ ജ്യോതിലാൽ ബംഗളൂരുവിലെത്തി ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുമായി ആശയവിനിമയം നടത്തി. ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ ഇന്ന് രാത്രി 9:30 ഷൊർണൂരിലെത്തും. മലബാറിലേക്ക് യാത്ര തിരിക്കേണ്ട യാത്രക്കാർക്കായി ഷൊർണൂരിൽ നിന്നും കണ്ണൂരിലേക്ക് സ്പെഷ്യൽ ട്രെയിൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്നും പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 5 മണിയോടുകൂടി തിരുവനന്തപുരത്തെത്തും. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ DGP ലോക്നാഥ് ബെഹ്റ കർണാടക DGPയുമായി ഫോണിൽ ആശയവിനിമയം നടത്തി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കാവേരി നദീജല തർക്കത്തിൽ വിമർശനവുമായി കേന്ദ്ര സർക്കാർ. കടമകൾ മറന്ന് ആരും പ്രവർത്തിക്കരുതെന്നും ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹാരമുണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കർണാടകത്തിലെ സംഘർഷം ന്യായീകരിക്കാനാവില്ല. തർക്കമുണ്ടെങ്കിൽ കോടതി വഴിയോ ചർച്ചയിലൂടെയോ പരിഹരിക്കണം. സംഘർഷമല്ല പരിഹാരമാർഗമെന്ന് കേന്ദ്രമന്ത്രി വെങ്കയ്യ നായിഡു പറഞ്ഞു. അതേസമയം കർണാടകക്കാരെ തമിഴ്നാട് പ്രകോപിപ്പിക്കുകയാണ് എന്ന് കർണാടകത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡ പറഞ്ഞു. വാർത്തയുടെ വിവരങ്ങളുമായി സന്തോഷ് സലിംഗ് ചേർന്നുണ്ട്. സലിംഗ്, വെങ്കയ്യ നായിഡുവിന്റെ ആദ്യ പ്രതികരണത്തിന് ശേഷം പ്രധാനമന്ത്രി അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ്? സൗമ്യ, ട്വിറ്റർ സന്ദേശത്തിലൂടെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാവേരി നദീജല തർക്കത്തിൽ പ്രതികരിച്ചത്. പൗരന്മാർ കടമകൾ മറന്ന് പ്രവർത്തിക്കരുത്. ജനാധിപത്യ പ്രക്രിയയിൽ ചർച്ചകളിലൂടെയോ നിയമപരമായോ പരിഹാരം കണ്ടെത്തണം. സംഘർഷമോ നിയമലംഘനങ്ങളോ ഒരു മാർഗമല്ലെന്നും മോദി വ്യക്തമാക്കുന്നു. ദേശീയ താൽപര്യം നിലനിർത്തിയാണ് ഇരു സംസ്ഥാനങ്ങളും പ്രവർത്തിക്കേണ്ടതെന്നും അദ്ദേഹം അറിയിച്ചു. നിലവിലുണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ വേദനിപ്പിക്കുന്നതായും പ്രധാനമന്ത്രി ട്വിറ്ററിൽ വ്യക്തമാക്കുന്നു. അതേസമയം കാവേരി നദീജല തർക്കം തമിഴ്നാട് കർണാടക സംഘർഷമായി മാറിയത് ഗൗരവത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. സമാധാനം നിലനിർത്താൻ ഇരു സംസ്ഥാനങ്ങളും ബാധ്യസ്ഥരാണെന്ന് കേന്ദ്ര നഗരവികസന മന്ത്രി വെങ്കയ്യ നായിഡുവും പറഞ്ഞു. കർണാടകയിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി സദാനന്ദ ഗൌഡയാകട്ടെ കർണാടകയെ ന്യായീകരിച്ച് രംഗത്തെത്തി. സംഘർഷത്തിൽ കർണാടകയെ മാത്രം കുറ്റം പറയാനാകില്ല, കന്നഡക്കാരെ തമിഴർ പ്രകോപിപ്പിക്കുകയാണെന്നും സദാനന്ദ ഗൌഡ പറഞ്ഞു. സൗമ്യ.